ലോകമെങ്ങും ക്രിസ്തുമസ് ആഘോഷത്തിലാണ്. എന്നാൽ കാഴ്ചക്കാരെ ആകർഷിക്കുന്നത് തിരുവനന്തപുരം കേശവദാസപുരത്തുള്ള ഗോഡ്ഫ്രീ കുടുംബമാണ്. ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക് മിഴി തുറക്കുമ്പോൾ നാടും നഗരവും ആഘോഷത്തിമിർപ്പിലാണ്. വർഷങ്ങളായി പല തീമുകളിലായി ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരു കുടുംബമുണ്ട് തിരുവനന്തപുരം കേശവദാസപുരത്ത്. പ്രവാസി മലയാളിയായ ഗോഡ്ഫ്രീയും കുടുംബവും വീടും പരിസരവും വൈദ്യുതി ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ച് ക്രിസ്മസ് ആഘോഷിക്കാൻ തുടങ്ങിയിട്ട് ഏറെ നാളായി. എന്നാൽ ഇത്തവണ സാന്റോയെ കേന്ദ്ര കഥാപാത്രമാക്കിയാണ് ദീപഭംഗി ഒരുക്കിയിരിക്കുന്നത്. ക്രിസ്തുമസിന്റെ തലേന്നും തിരുവനന്തപുരത്ത് ക്രിസ്തുമസ് വിപണിയിൽ തിരക്കൊഴിയുന്നില്ല. രാവിലെ മുതൽ തന്നെ സാധനങ്ങൾ വാങ്ങാനുള്ള നീണ്ട നിരയാണ് കാണാൻ സാധിക്കുന്നത്. വിനയരാജു തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. 21 ആരംഭിച്ച ക്രിസ്മസ് വിപണി ക്രിസ്മസിന്റെ തലേ ദിവസമാകുമ്പോഴും തിരക്കിനൊട്ടും കുറവില്ല എന്ന് വേണം പറയാൻ. അത്തരത്തിലുള്ള വലിയൊരു തിരക്ക് തന്നെയാണ് ഈ ക്രിസ്മസ് വിപണിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ബില്ലിംഗ് സെക്ഷനാണ്. ബില്ലിംഗ് സെക്ഷനിലാണെങ്കിലും ബില്ലടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യൂ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് ഏകദേശം 13 ലക്ഷത്തിലധികം സാധനങ്ങളുടെ വിപണി നടന്നുവെന്നാണ് മനസ്സിലാക്കാൻ. 13 ലക്ഷം സാധനങ്ങളുടെ വിപണി നടന്നിട്ടുണ്ട്. കൂടാതെ തന്നെ തിരക്ക് അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടി ആളുകൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടമെല്ലാം തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. തുടർന്നാണ് കുറച്ച് ആളുകളെ ഉള്ളിലേക്ക് കയറ്റി വിടുന്നത്. അത്തരത്തിൽ വലിയൊരു സജ്ജീകരണം തന്നെയാണ് ഇപ്പോൾ ഈ ക്രിസ്മസ് വിപണിയിലടക്കം തന്നെ സജ്ജമാക്കിയിരിക്കുന്നത്. കൂടാതെ ഈ സാധനങ്ങളാണെങ്കിൽ തന്നെ കഴിയുമ്പോഴും അപ്പോൾ അത് റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തിൽ ആളുകൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്, അല്ലെങ്കിൽ ഈ ക്രിസ്മസ് വലിയ രീതിയിൽ നന്നായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു ചിന്തയോട് കൂടി തന്നെയാണ് ഇപ്പോൾ ഈ സാധനങ്ങളെല്ലാം തന്നെ ഇറക്കിക്കൊണ്ടുവരുന്നത്. വലിയ തിരക്ക് തന്നെയാണ് ആളുകളുടെ വലിയൊരു തിരക്ക് തന്നെയാണ് കാണാനും നമുക്ക് സാധിക്കുന്നത്. അത്തരത്തിൽ ആളുകൾക്ക് വലിയൊരു ക്യൂ തന്നെയാണ്, ഒരു നീണ്ട നിരയായിട്ടുള്ള ക്യൂ തന്നെയാണ് നമുക്ക് ഈ ക്രിസ്മസ് വിപണിയിൽ കാണാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ ഈ ആളുകൾക്ക് ബുദ്ധിമുട്ടാകരുത് എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് തന്നെ ഈ ആളുകൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടമടക്കം തന്നെ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. തുടർന്നാണ് കുറച്ച് ആളുകളെ ഉള്ളിലേക്ക് കയറ്റി വിടുന്നത്. നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. 13 ലക്ഷം സംതിങ് കച്ചവടം നടന്നു 3 ദിവസമായിട്ട്. കൂടുതൽ സബ്സിഡി ഐറ്റങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയാണ്. വെളിച്ചെണ്ണ, തൂരപ്പരിപ്പ്, ഇതൊക്കെ ഓപ്പൺ മാർക്കറ്റായിട്ട് നല്ല വ്യത്യാസമുണ്ട്. തൂരപ്പരിപ്പ് ഓപ്പൺ മാർക്കറ്റിൽ 160 രൂപ വരെയുണ്ട്, നമുക്കിവിടെ 117 രൂപയുള്ളൂ. വെളിച്ചെണ്ണയാണെങ്കിൽ 194 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇങ്ങനെ പല സാധനങ്ങൾക്കും വിലക്കുറവുണ്ട്. അതാണ് കൂടുതൽ ആകർഷണീയമാക്കുന്നത്. അത് തന്നെയാണ് ക്രിസ്മസിന്റെ തലേ ദിവസമാകുമ്പോഴും വലിയൊരു ജനത്തിരക്ക് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിരവധി ആളുകളാണ് ഇപ്പോൾ സാധനങ്ങൾ വാങ്ങാനടക്കം തന്നെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. തിരക്ക് കമ്പ്യൂട്ടർ പ്രശ്നമായിട്ട് പോകാൻ പറ്റുന്നില്ല. അത് ഇവിടെ കമ്പ്യൂട്ടർ കേടായിപ്പോയി എന്ന്, അതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. അല്ലെങ്കിൽ എപ്പോഴേ ഞങ്ങൾ അങ്ങ് അകത്ത് കയറുമായിരുന്നു. കുറഞ്ഞ വിലയിൽ കൂടുതൽ സാധനങ്ങൾ വാങ്ങുക, അല്ലെങ്കിൽ നല്ല സാധനങ്ങൾ വാങ്ങുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ ഈ വിപണി എന്തായാലും ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ ക്രിസ്മസിന്റെ തലേ ദിവസമാകുമ്പോഴും ഈ വിപണിയിൽ വലിയ ജനത്തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ ഷാൻ ജെയ്സിനൊപ്പം വിനയരാജ്, കേരള വിഷൻ ന്യൂസ്.